ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. ഇത് ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. അപ്പോ ഇന്നലെ സത്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ കിച്ചു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഏതാണ്ട് 6-7 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ. അതിനകത്ത് വളരെ ഒരു ഞെട്ടിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അവൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ്, മറ്റൊന്നുമല്ല, എനിക്കെതിരെ പീഡന കേസ് അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചു എന്ന് വരെ പറഞ്ഞു പരത്താം, എന്ന് വരെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കിച്ചു ആ ഒരു ലൈവ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ചില ഡേഞ്ചറസ് ഉണ്ട്, അതിനകത്ത് ചില സത്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്നതിൽ ഇവൻ ആരെങ്കിലും പീഡിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഇവൻ പറഞ്ഞു വരുന്നത് രണാസുന ആരാണ് ഇപ്പം ഈ പറയുന്ന കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നത്. അതായത് കിച്ചു വന്ന് തന്റെ ജീവിതാനുഭവങ്ങൾ അല്ലെങ്കിൽ തനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായ എന്താണ് പറയുന്ന ഒറ്റപ്പെടൽ, എനിക്കുണ്ടായ അവഗണന, അതൊക്കെ തുറന്നു പറഞ്ഞു. എന്റെ അച്ഛനെ അടുത്ത് മിണ്ടുന്നത് പോലും ഈ പറയുന്ന രണാസുനയ്ക്ക് ഇഷ്ടമല്ല, എനിക്കുണ്ടായ ഡ്രോമ, ഇതൊക്കെ അവൻ തുറന്നു പറഞ്ഞപ്പോ രണാസുന തൊട്ടടുത്ത ഉടനെ തന്നെ വന്ന ഒരു മറുപടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ രണാസുന പറയുന്നത് ഇങ്ങനെയാണ്, മറ്റൊന്നുമല്ല, ഞാൻ പലതും പറയാനുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് നിൽക്കത്തില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാണ് രണാസുന അവിടെ പറഞ്ഞത്. അപ്പോ അതിന് മറുപടി എന്നോണം ഞാനിവിടെ പ്രശ്നമൊന്നുമല്ല, ഞാൻ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന കിച്ചു എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, വേറൊന്നും പറയാനായിട്ട് വന്നതല്ല. എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ്. ഞാൻ ഓക്കെയാണ്, വേറൊരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. പറയുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, എനിക്ക് പറയുള്ളൂ. ഓക്കെ, ഞാൻ ഓക്കെയാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് അവൻ പറഞ്ഞതൊന്നും അവൻ പിൻവലിക്കുന്നില്ല, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്താണോ പറഞ്ഞത്, അതായത് ഈ പറയുന്ന രണാസുനെ പറ്റിയാണോ അല്ലെങ്കിൽ അവന്റെ അച്ഛനെ പറ്റിയോ, എന്തായാലും അവന് കൊച്ചിനെ ഉണ്ടായ ആ ഡ്രോമയെ പറ്റി പറഞ്ഞതൊക്കെ പിന്നെ അവൻ ഒന്നും പിൻവലിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ട്, കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജ് എല്ലാവരും എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം, അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ പോകും. പറയണമെന്ന് കണ്ടോ? അപ്പോ എന്നെ പറ്റി ഇനി കുറെ ന്യൂസുകളൊക്കെ വരാം, അതവന് ഓൾറെഡി അറിയാം എന്നുള്ളതാണ്. മനസ്സിലായി, എന്നെ പറ്റി ഇനി കുറെ ന്യൂസുകളൊക്കെ വരാം, പക്ഷെ അതൊന്നും എന്നെ എഫക്ട് ചെയ്യില്ല എന്നാണ് കിച്ചു പറയുന്നത്. ഇനിയുണ്ട് ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടോ. അപ്പം എന്നെ പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇപ്പൊ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. ഓക്കെ, പെണ്ണിനെ കയറി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ന്യൂസ് വരെ വരാം. ഇത് ആര് പറയുന്നതാണ്? വേറെ ആരാ പറയാനിരിക്കുന്നത്? ഇത് രണാസുന. ഇനി രണാസുനെ പീഡിപ്പിച്ചു എന്ന് വരെ അവള് പറയും, അവളുടെ സ്വഭാവം അനുസരിച്ച് അതുവരെ പറയും. ഒരു മാറ്റവും ഇല്ല, ഞാൻ എഴുതി വെച്ചുതരാം. ഇനി എന്തെങ്കിലും ഇങ്ങനെ വരണേ അവൾ അതുപോലെ പറയും. കാരണം നാണവും മാനവും ഉളുപ്പില്ലാത്ത ജന്മങ്ങളാണ്. അതുകൊണ്ട് സ്വന്തം മകനെ കുറിച്ച് വേണമെങ്കിൽ അങ്ങനെയൊരു ആക്ഷേപം വരെ അവൾ പടച്ചിറക്കും. അതിന് ഒരു മാറ്റം, അതിന് ഒരു നാണോ മാനോ ഉളുപ്പില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ട് എന്നെ കയറി നാളെ പീഡിപ്പിച്ചു അല്ലെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വരെ ഇവള് പറയും. എഴുതി വെച്ചു കേട്ടോ. അതാണ് ഇവൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ഒരു സാധനം പറയുന്നത്. അല്ലെങ്കിൽ ഇവൻ വേറെ ആരെങ്കിലും കൊണ്ട് പീഡിപ്പിച്ചു, വേറെ ഏതെങ്കിലും പെൺകുട്ടികളെ കൊണ്ട് പീഡിപ്പിച്ചു എന്ന് വരെ പറയാം. കാരണം പീഡനമൊക്കെ ഇവർക്ക് അല്ലെങ്കിൽ അവിഹിതമൊക്കെ ഇവർക്ക് ഒരു ചെറിയ തമാശയാണല്ലോ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം, ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടാടൊപ്പം നിൽക്കുക. അങ്ങനൊരു വലിയ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ. എല്ലാവർക്കും വളരെ നന്ദി. കുറെ പേര് സപ്പോർട്ട് ചെയ്യാനും തന്നെ. അതൊക്കെ മതി, എനിക്ക് ആ സപ്പോർട്ടൊക്കെ മതി. ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് വന്നില്ല ഞാൻ. ഇങ്ങനെ അങ്ങനെ മാത്രം ഫോക്കസ് ചെയ്യല്ല, എന്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
എങ്ങനെയാണ് ചേട്ടൻ മെസ്സേജസ് ആണെങ്കിലും എനിക്ക് വരുന്ന കോളാണെങ്കിലും എല്ലാവരും പറയുന്ന കാര്യം ഞാൻ പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ നന്ദി എന്നെ മനസ്സിലാക്കിയത്. ഇപ്പൊ ഒരു റൂംസുകളൊക്കെ ഇനി വരാം, ഒക്കെ വരാമെന്നൊന്നും അറിയത്തില്ല. കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, എല്ലാത്തിനും റിപ്ലൈ ഇടണമെന്നുണ്ട്. ഈ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് ചേട്ടാ, ആരും ആവണ്ട. ഓക്കെ. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് അവൻ എടുത്തു പറയാൻ വേണ്ടി വന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അതിനൊക്കെ മറുപടി വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് വന്നത്. പക്ഷെ ഇവൻ മെയിൻ ആയിട്ട് ഇതിനകത്ത് പറയാൻ വന്നത്, ഇവനറിയാം ഈ പറയുന്ന രണാസുനി ഇനി അടുത്ത എന്താണ് എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നറിയാം. അതുകൊണ്ട് ഒരു മുഴം മുൻപേ അവൻ എറിഞ്ഞിട്ടതാണ്, മനസ്സിലായോ? അതായത് എനിക്കെതിരെ ഇനി ഇങ്ങനെ, കാരണം അവരുടെ സ്വഭാവം, അവരുടെ സംസ്കാരം, അവരുടെ പാരമ്പര്യം ഇതുള്ള, അതുകൊണ്ട് ഇതുപോലുള്ള വൃത്തികെട്ട നാറിയ കഥകളൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു വരുത്താം. ഞാനൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് വരെ പറഞ്ഞു വരുത്താം. അത് നിങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് വെച്ച്, ഇപ്പോഴേ നിങ്ങൾ അത് എന്താണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരും എന്ന്? നാളെ വേണമെങ്കിൽ അവളെ കയറി പീഡിപ്പിച്ചു എന്ന് വരെ പറയാൻ ഇത് അയ്യോ ഒരു അമ്മയെ പറ്റി അങ്ങനെയല്ല. ഇത് ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ മുമ്പ് പലയിടത്തും ലീക്ക് ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ന്യൂസ് വരെ വരാം എന്നുള്ളതാണ്. മീൻ വൈ ഇതൊക്കെ പറയുമ്പോ അവിടെ രണാസുന കാണിക്കുന്നത്, ചേർത്താത്തെ നീ ഒരു ഫോട്ടോ ഇട്ടിട്ട് കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ. നീ ആരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് കുരു, ആർക്കെന്ത് കുരു പൊട്ടാനാ? നീ കൊറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ? എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്ത് ഇത് ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. എനിക്ക് കോപ്പ് പൊട്ടും കുരു. ആ ഒരു ഫോട്ടോ ഇട്ടതിന്റെ പേരിലാണ് ഇത്രയും കുരു പൊട്ടി, ഇത്രയും കരച്ചിൽ നാടകവും ഇത്രയും ആൾക്കാരെ കൊണ്ട് സപ്പോർട്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്ത്. എന്തിന് ഇവിടെ നാക്കെടുത്താക്കുള്ളത് പറയുള്ളൂ? ഇവിടെ വന്ന് കരയുന്നു, തൊട്ടടുത്ത നിമിഷം അപ്പുറത്ത് പോയിരുന്ന് ഡാൻസ് കളിക്കുന്നു. എന്തൊരു ജന്മം ഇതിനെയൊക്കെ! ഇതുപോലെ ശരീരം കാണിച്ച്, ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുത്ത്, ഉടുതുണി അഴിച്ച്, മാറിടം കാണിച്ച്, വയറ് കാണിച്ച്, പൊക്കിള് കാണിച്ച്, വട കാണിച്ച് ജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം. ഓരോ എണ്ണം ഞാൻ പറയുന്നത്, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഇതേപോലുള്ള വൃത്തികെട്ട ചിന്താഗതികൾ ഉള്ളവർ തന്നെയാണ്. അതൊരു മാറ്റമില്ല, മനസ്സിലായോ? തുണിയകത്ത് പൈസ ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ്. ഇല്ലെന്നൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയുള്ളവർ തന്നെയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഒരു സ്ത്രീ ആണെങ്കിൽ, നല്ല മനസ്സുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ മക്കളെ അങ്ങനെ ചെയ്ത്, നീ ഇപ്പൊ റീല് ചെയ്യുന്നല്ലോ, ചെയ്തോ. നീ ഇപ്പം പിന്നീട് ഈ പറയുന്നുള്ള എന്താണ് ഷോർട്ട് ഫിലിം ചെയ്തു, അത് ചെയ്ത് നിനക്ക് പൈസ കിട്ടുന്നു. നിനക്ക് എവിടെയൊക്കെ അതാ ഇപ്പൊ എന്താ ഈ പറയുന്ന എന്താണ് ഉദ്ഘാടനങ്ങൾ കിട്ടുന്നുണ്ട്, ഗൾഫിൽ പോയി ബാറിൽ പോയി ആടും, അതൊക്കെ ചെയ്തു. ഈ ശരീരം വിറ്റ് വേണ്ട, അതെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കില്ല. അപ്പൊ അതവര് സുഹൃത്തുക്കളാണോ? അല്ല. ഇവരെ പോലെ വൃത്തികെട്ട നീചമായ ചിന്താഗതിയുള്ളവരാണ് അവർക്ക്. അവരും ഇതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഇതുപോലെ തുണി അവത്തെങ്കിലും എനിക്ക് ക്യാഷ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ്. അത്രേ ഉള്ളൂ, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ രണാസുനെ സപ്പോർട്ട് ചെയ്യുന്നവരെന്താണ്? രണാസുനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു? ഇവിടെ തുണി അവത്തിട്ടും അതേപോലെ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനിൽ പിന്നെ വിടവ് കാണിച്ചും വയറ് കാണിച്ചും കുനിഞ്ഞിരുന്നും കമന്നിരുന്നും കാണിച്ചു കൊടുത്ത് വാങ്ങുന്ന ക്യാഷ് ഉണ്ടല്ലോ, അത് കുഴപ്പമില്ല, അത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ പറയാൻ പറ്റൂ. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റല്ല. ഞാൻ നാളെ ഒരു കാലത്ത് ഞാനും ചെയ്യാം. അതായത് ഇനി അങ്ങോട്ട് വരുന്ന യുവതലമുറയ്ക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ തുണി ഔത്താൽ മതി, ക്യാഷ് ഉണ്ടാക്കാം എന്നൊരു സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ എനിക്ക് ഒട്ടും കുരു പൊട്ടിയെന്ന് പറഞ്ഞ ആദ്യം ആ ഒരു കണ്ണീരങ്ങോട്ട് തൊടാ. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുന്ദര കുരു പൊട്ടാനില്ല, മനസ്സിലായി? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. നീ എന്ത് വേണമെങ്കിലും കാണിക്കണി മറ്റവളെ ഷെഫീന. നീ എന്താന്നാണ് ഈ മറ്റവളെ? പിന്നെ വേറെ കുറെ കിട്ടിയിട്ടുണ്ട്, അവളെ കുറെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നാളെ സുനാമി വരുമെന്നാണ്. രണാ സുനാമി നാളെ എന്തായാലും ഇന്ന് 2-ാം തീയതി വരെ അവിടെ ഉള്ളൂ. അപ്പൊ ഇന്ന് കയറുമായിരിക്കും, നാളെ എങ്കിലും എത്തുമായിരിക്കും. എന്റെ കർത്താവ് ഇവിടെ വന്നിന് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നൊരു പിടുത്തമില്ല. അപ്പൊ എന്തായാലും കിച്ചുവിന്റെ ഈ ഒരു തുറന്നു പറച്ചിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇനി ഇതല്ല ഇതിന്റെ അപ്പുറം ഓരോന്നും ഏതെങ്കിലും ഇന്റർവ്യൂസ് കൊടുക്കുകയോ എടുക്കുകയോ വലിക്കുകയോ എന്തൊക്കെ ചെയ്താലും, പക്ഷെ ഇതുവരെയൊക്കെ കിച്ചു ഇവർക്ക് നേരെ ഉയർത്തിയ ആരോപണങ്ങളുണ്ടല്ലോ. അതായത് എൻ്റെ അടുത്ത് ആരും മിണ്ടില്ലായിരുന്നു, എൻ്റെ അച്ഛനുമായിട്ട് മിണ്ടുന്നത് ഇഷ്ടമല്ലായിരുന്നു, ഞാൻ 3 കൊല്ലം വീട്ടിനകത്ത് ഒറ്റ റൂമിൽ അടച്ചിരിക്കുകയായിരുന്നു, എനിക്ക് ആഹാരം കൊണ്ടുതരുന്ന അച്ഛൻ വരുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന രണാസുന ഉൾപ്പെടെ എൻ്റെ റൂമിൽ പോലും കയറി വരാറില്ലായിരുന്നു, വല്ലപ്പോഴൊരിക്കെങ്കിലും ഋതപ്പൻ വന്നാലായി അവനുമായിട്ടുള്ള അങ്ങനെ അതൊന്നും അവർ ഖണ്ഡിച്ചിട്ടില്ല. അതൊന്നും തെറ്റാണെന്നോ പിന്നീട് കള്ളമാണെന്നോ പറഞ്ഞിട്ടില്ല.
എങ്ങനെ പറയും? എന്നിട്ട് മറ്റേതൊക്കെ എവിടെ കൂടിയൊക്കെ വലിച്ച് പിന്നെ തിരിച്ച് കറക്കി റൂട്ട് തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് പറയുന്നു. കുറെ നാറികൾ ഈ പറയുന്ന ഒരു തേങ്ങയെ അറിയാതെ വന്നിരുന്ന് സപ്പോർട്ടും ചെയ്യുന്നു. എന്ത് തേങ്ങയാണ്? ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ വീട്ടിലായിരുന്നു, ഞാൻ പൊറോട്ട കഴിക്കായിരുന്നു, ഞാൻ അവിടെ 5 സ്റ്റാർ പോയി. ഇവിടെ ആര് പറഞ്ഞു താങ്കൾ 5 സ്റ്റാർ പോയിട്ട്? താങ്കൾക്ക് ഈ പറയുന്ന ഈ സുധീരോടുള്ള സ്നേഹം നമുക്ക് ആ ഫസ്റ്റ് ആണ്ടിന് മനസ്സിലായി. അത് അലൻ ജോസ് പെരേര ഒട്ടത്തിരുന്ന ആടിയില്ലേ, അപ്പോഴേ മനസ്സിലായി എന്താണ് താങ്കൾക്ക് സുധിയുമായിട്ടുള്ള ബന്ധം, സുധിയുമായിട്ടുള്ള സ്നേഹം എന്നത്. ഈ സുധിയുടെ ട്രോഫികളെല്ലാം കൂടി എടുത്തുകൊണ്ട് കട്ടിന്റെ ഇടയെ കൊണ്ട് ചാക്കിൽ കെട്ടി വെച്ചില്ല, അപ്പോഴും മനസ്സിലായി എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പൊ നായിക്ക് 40 വട്ടം ഓരോ കാമുകളും മാറി 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 എന്ന് പറഞ്ഞു. അത് മുസ്ലിമായി, ഹിന്ദുവായി, ക്രിസ്ത്യനായി എന്തൊക്കെ പറഞ്ഞിങ്ങനെ രസിക്കുന്നില്ലേ? ഈ പറയുന്ന ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല. ഇതൊക്കെ തന്നെ സുധിയുമായിട്ടുള്ള അപാരമായ സ്നേഹം കുമിഞ്ഞുകൂടിയതാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങളുടെ മാസ്റ്റർ കമന്റ് നമുക്ക് എടുക്കണം. ശരി.